ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ കറി വെക്കാനൊന്നുമില്ലെങ്കിൽ സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ കറി ചോറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായ ഇടിയപ്പം, അപ്പം, ചപ്പാത്തി അതിനൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറിക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സവാളക്കറി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് സവാള തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഒരു സവാളയും പിന്നെ ഒരു സവാളയുടെ പകുതി. കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ സവാള ഉടഞ്ഞൊന്നും പോവാതെ കറിയിൽ നല്ല പീസായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 4 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തതാണ്. ഒരു 4 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ ഇതൊക്കെ നല്ലപോലെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതിയോളം വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ കറി വെക്കാൻ നമുക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നടുവ് കീറിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുറിച്ച് ചേർത്തെടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ അത്യാവശ്യത്തിന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കരുത്, കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ സാധാ നമ്മൾ എരിവുള്ള മുളക് പൊടിയും. പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി ചേർത്തിട്ട് നമ്മൾ 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇതിൽ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ അത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് ലൂസായിട്ടുള്ള കറിയൊന്നുമല്ലത്, കുറച്ച് തിക്കായിട്ട് തന്നെയാണ്. ഒരു ഗ്രേവി പോലെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിക്കായി കിട്ടും. ഈ ഒരു ടൈമിൽ നമ്മുടെ കറിയിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഏകദേശം ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കറിയിൽ പുളി ഒഴിച്ച കാരണം ഇതിൽ ചെറിയൊരു പീസ് ശർക്കര ഇടുന്ന ഏറ്റവും നല്ലതാണ്. ഇനി ശർക്കര ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സവാള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാം സവാളയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല.
തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.